ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ നിങ്ങൾ വ്യക്തിപരമായോ കുടുംബപരമായോ ഒന്നിച്ച് ദൈവസന്നിധിയിൽ കൂടുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിൻ്റെ സമാധാനം വ്യാപരിക്കുന്നു. നിങ്ങൾ എവിടെ പ്രാർത്ഥിക്കുന്നുവോ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങുന്ന നിമിഷങ്ങളാണ്. ഈ സമയം നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഓരോരുത്തർക്കുമുള്ള ഏതെങ്കിലും ആവശ്യങ്ങൾ, ഒപ്പം കുടുംബത്തിൽ ഒന്നായി സാധിച്ചു കിട്ടേണ്ടതായ നിങ്ങളുടെ ഒരു പ്രത്യേക നിയോഗത്തിനു വേണ്ടിയും ഈ സമയം നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം ഇരിക്കുന്നത് എന്ന ബോധ്യത്തോടെ സന്തോഷമായി നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ശാന്തമായി ഇരിക്കുക. നെറ്റിയിൽ കുരിശു വരച്ച് ക്രൂശിത രൂപത്തിനു മുന്നിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ മുന്നിൽ ഇതൊന്നുമില്ല എങ്കിൽ മനസ്സിൽ യേശുക്രിസ്തുവിനെ ധ്യാനിച്ച് എൻ്റെ ജീവൻ നിലനിർത്തുന്ന, എനിക്ക് ജീവൻ നൽകിയ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നാം പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ സമയം ഈ ചാനലിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും നിങ്ങളുടെ മനസ്സിൽ കണ്ട് അവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം. പലരും ഈ സമയം പല നിയോഗങ്ങളാൽ ദൈവസന്നിധിയിൽ ഒരു ഉത്തരം ലഭിക്കുന്നതിനു വേണ്ടി, ഒരു പരിഹാരം കാണുന്നതിനു വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയാണ്. ഈ സമയം നമ്മുടെ നിയോഗങ്ങളോടൊപ്പം ഈ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിൻ്റെയും സബ്സ്ക്രൈബേഴ്സിൻ്റെയും നിയോഗങ്ങൾ കൂടി നമ്മുടെ നിയോഗത്തോട് ചേർത്ത് വെക്കാം. കർത്താവെ, ആരൊക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ നിയോഗങ്ങളും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അതെല്ലാം മറ്റുള്ളവർക്കും ഒരുപക്ഷെ ആവശ്യമായിരിക്കാം. അതിനാൽ തന്നെ അവർക്കു വേണ്ടിയും ഈ സമയം നാം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ശാന്തമാക്കുക. ഏതൊക്കെ പ്രയാസങ്ങളിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും, ഒരുപക്ഷെ നിങ്ങൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് എങ്കിലും, ചിലപ്പോൾ നമ്മുടെ അവസ്ഥ വളരെ മോശമായിട്ടായിരിക്കാം ഇപ്പോഴുള്ളത്. ചിലപ്പോൾ ആത്മീയമായി ഒരുങ്ങിയിട്ടുള്ളവരായിരിക്കണമെന്നില്ല ഇപ്പോൾ ഈ പ്രാർത്ഥിക്കാനിരിക്കുന്നത്. ഒരുപക്ഷെ തിന്മയിൽ വ്യാപരിച്ചിരിക്കുന്നവരായിരിക്കാം ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നത്. ഒരുപക്ഷെ ജീവിതം അടുക്കും ചിട്ടയോടും കൂടി ഈ ചാനലിൻ്റെ ഓരോ പ്രാർത്ഥനയെയും സൂക്ഷ്മമായി ഉൾക്കൊണ്ട് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി ആത്മീയമായി ഒരുക്കമുള്ളവരായിരിക്കാം നിങ്ങൾ. ചിലപ്പോൾ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നി, ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും നേടാൻ പറ്റിയില്ല, അതിനാൽ തന്നെ ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം, എന്തിന് ആരോട് പ്രാർത്ഥിക്കണം, ദൈവം ഇല്ല എന്നുപോലും മനസ്സിൽ ചിന്തിച്ച് ദൈവത്തിൽ നിന്നും വളരെ അകന്ന് ജീവിക്കുന്ന, ദൈവത്തിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്ത വ്യക്തിയായിരിക്കാം നിങ്ങൾ. എങ്കിലും ഇന്ന് നാം ഓരോരുത്തരുമായിരിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിലാണ്. നമ്മുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് നാം ഇപ്പോൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ആണെങ്കിലും ഓർക്കുക, കർത്താവായ ദൈവം നമ്മുടെ മനസ്സിനെ കാണുന്നു, നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്നു. നിങ്ങളുടെ ഏത് അവസ്ഥയിലും കർത്താവാണ് നിങ്ങളെ സഹായിക്കാൻ വരുന്നത്. ഇന്നത്തെ വചനഭാഗം അരുളി ചെയ്യുന്നത്, നമ്മുടെ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും കർത്താവ് തന്നെ ആശ്രയിക്കുന്നവർക്ക് ഒരു കുറവും വരുത്തുകയില്ല എന്നതാണ്. അതിനാൽ ഇന്ന് നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു കുടുംബത്തോടെ, അതിന് സാധിക്കാത്തവർ വ്യക്തിപരമായി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, നമുക്കേതെങ്കിലും കുറവുകൾ ആത്മീയമായോ ഭൗതികമായോ എന്താണ് നമ്മുടെ കുറവുകൾ എന്നത് നമുക്ക് തന്നെ ബോധ്യപ്പെടണം. ആ കുറവുകളെ ബോധ്യപ്പെട്ടാൽ പ്രാർത്ഥിക്കാൻ എളുപ്പമായി. കർത്താവിൻ്റെ സന്നിധിയിൽ
യാതൊരു കുറവുകളും ഇല്ലാത്തവൻ്റെ സന്നിധിയിലാണ് കുറവുകളോടുകൂടിയ നാം ഓരോരുത്തരും ആയിരിക്കുന്നത് എന്ന ബോധ്യം നമ്മെ അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും ദൈവികമായ മാനസാന്തരത്തിലേക്കും നയിക്കും. കർത്താവായ ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദിവസമാണ്. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ അനേക വ്യക്തികൾ ദൈവത്തെ നേരിട്ട് ദർശിക്കുന്ന അനുഭവമുണ്ടാകാൻ പോകുന്നവരാണ്. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ അനേകം പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്ന ദിവസമാണ്. അതിനാൽ തന്നെ നാം ആരുടെ മുന്നിലാണോ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് എന്നും നമ്മുടെ അവസ്ഥ എന്താണ് എന്നും നാം മനസ്സിലാക്കി ഇപ്പോൾ ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് മനസ്തപിച്ച്, ദൈവമേ, ദാവീദ് പുത്ര, എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിനെ ഒരുക്കി, ഹൃദയത്തെ ഒരുക്കി ദൈവസന്നിധിയിൽ സർവ്വതും നൽകാൻ കഴിവുള്ള സർവശക്തനായ കരുണാമയനും ദയാലുവുമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുമടക്കാം. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിലെ ഓരോ വീഡിയോയും നിങ്ങൾ കാണുന്നതോടൊപ്പം ഇത് ലൈക്കും ഷെയറും ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ധാരാളം പേർ ഈ ചാനലിൻ്റെ ഓരോ പ്രാർത്ഥനയിൽ കൂടിയും വലിയ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്, ഈ പ്രാർത്ഥനയിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഭവം ഉണ്ടാകാൻ പോകുന്നു. കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി ഇന്ന് രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കും. വിശ്വാസത്തോടെ നമുക്കിത് പ്രാർത്ഥിക്കാം. എത്രയും കൂടുതൽ ഇത് പ്രാർത്ഥന ഷെയർ ചെയ്ത് ഈ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുവോ അത്രമാത്രം ദൈവാനുഗ്രഹവും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. വിശ്വാസത്തോടെ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 23 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത് എങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവനും എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ എന്നോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ കുടുംബത്തെ, ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും അടങ്ങുന്ന ഈ കുടുംബത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഹൃദയവിശുദ്ധിയോടെ ഇരിക്കുന്ന ഈ സഹോദരങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവേ, പല സാഹചര്യങ്ങളാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ലംഘിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം സഹോദരങ്ങളെയും ഈ സമയം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ സമൂഹത്തെയും ഞാനിപ്പോൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ സഹായിക്കുവാൻ, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ, ഞങ്ങളുടെ തിന്മകളോ ഞങ്ങളുടെ കുറവുകളോ അങ്ങയെ തടസ്സപ്പെടുത്തത്തില്ല. എന്തെന്നാൽ അങ്ങ് കരുണാമയനും അങ്ങ് സകല നന്മകളുടെയും ഉറവിടമായ വിശാല ഹൃദയനായ ദയാലുവായ കർത്താവാണ്.
കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിൽ പാപികളായ ഞങ്ങളോട് കരുണ തോന്നി. ഈശോയെ, ദാവീദ് പുത്ര, ഞങ്ങളുടെ മേൽ കരുണയാകണമേ എന്ന് ഒരു കൂട്ടം കുഷ്ഠരോഗികൾ നിലവിളിച്ച് അങ്ങയോട് പ്രാർത്ഥിച്ചപ്പോൾ സമൂഹത്തിൽ ഒരുമിച്ച് നടക്കാൻ സാധിക്കാതെ, സമൂഹത്താൽ പരിഹസിക്കപ്പെട്ട്, സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ട്, ഒറ്റപ്പെടലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും പരിഹാസത്തിൻ്റെയും തള്ളിപ്പറച്ചിലിൻ്റെയും നടുവിൽ കഴിയുന്ന ഒരു സമൂഹം, ആ സമൂഹത്തെ പ്രതിനിധീകരിച്ച് കുറെ കുഷ്ഠരോഗികൾ കർത്താവായ യേശുവിനെ കുറിച്ച് അറിഞ്ഞ് കേട്ട്, എന്നാൽ സമൂഹത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല. അനേകർ രോഗശാന്തി പ്രാപിക്കുന്നു, അനേകർ സൗഖ്യവും വിടുതലും പ്രാപിക്കുന്നു. എന്നാൽ ആ ജനക്കൂട്ടത്തിലേക്ക്, ആ ജനപ്രവാഹത്തിലേക്ക് ഞങ്ങൾക്ക് ഒന്ന് എത്തിനോക്കുവാൻ പോലും കഴിയത്തില്ല എന്ന വിശ്വാസത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കൂട്ടം കുഷ്ഠരോഗികളായ, പിന്നോക്കം ചെല്ലുന്ന, പുറന്തള്ളപ്പെട്ട, പരിഹാസ പാത്രരായി കരുതപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അവർ നോക്കിയത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്, അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരങ്ങളിലേക്കാണ്. തങ്ങളെ പിന്തള്ളുന്ന, തങ്ങളെ പിന്മാറ്റി നിർത്തുന്ന, തങ്ങളെ പരിഹസിച്ച് തുപ്പുന്ന വ്യക്തികളിലേക്കല്ല അവർ നോക്കിയത്. എന്നാൽ അവരുടെ നോട്ടം തന്നെ സുഖപ്പെടുത്തുവാൻ, തന്നെയും ഈ ജനപ്രവാഹത്തിൽ ഒരുവനായി മാറ്റാൻ കഴിവുള്ള കർത്താവിലേക്കാണ് ഈ കുഷ്ഠരോഗികൾ നോക്കിയത്. അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, യേശുവേ, ദാവീദിന്റെ പുത്രനായ യേശുവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. അവർ മറ്റു പരാതികളൊന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് കുഷ്ഠമാണെന്നോ, ഞങ്ങൾ ഈ ജനക്കൂട്ടത്താൽ പുറന്തള്ളപ്പെട്ടവരാണെന്നോ, ഞങ്ങളെ ഇവരെല്ലാവരും പരിഹസിച്ച് ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി, ഞങ്ങളെ എല്ലാ നന്മകളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സമൂഹമാണ് എന്നല്ല അവർ പ്രാർത്ഥിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കിയ ഈ ഒരു കൂട്ടം കുഷ്ഠരോഗികൾ, അപമാനിതരായ കുഷ്ഠരോഗികൾ, പുറന്തള്ളപ്പെട്ട കുഷ്ഠരോഗികൾ, തങ്ങളുടെ തന്നെ ജന്മത്തിൽ പഴിചാരുന്ന, തങ്ങളുടെ തന്നെ ജന്മത്തിൽ ദുഃഖിക്കുന്ന ഒരു കൂട്ടം കുഷ്ഠരോഗികൾ ഹൃദയം തുറന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ഈശോയെ, ദാവീദിന്റെ പുത്രനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഈ സമയം മറ്റാരേക്കാളിലും ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന ഈ പ്രാർത്ഥന കർത്താവായ യേശുവിനെ അവരുടെ മുന്നിൽ കൊണ്ടുവന്നു. കർത്താവായ യേശു ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ ഉത്തരം പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് സുഖം പ്രാപിക്കണം, എനിക്ക് സുഖം പ്രാപിക്കണം, എനിക്ക് ശുദ്ധി വരണം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവമേ, എന്നെ ശുദ്ധിയാക്കാൻ നിനക്ക് കഴിയും എന്ന് അവരുടെ ഉറച്ച വിശ്വാസത്തിന്മേൽ കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധിയുള്ളവനാകുക. ഈ സമയം കർത്താവിൻ്റെ കൃപ, കരുണ, അവർ ആഗ്രഹിച്ച കരുണ, അവർ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ച കരുണ അവരുടെ നേരെ ലഭിച്ചു. അവർക്ക് പൂർണ്ണമായും കുഷ്ഠരോഗത്തിൽ നിന്ന് ശുദ്ധി പ്രാപിച്ച്, പൂർണ്ണ ആരോഗ്യം പ്രാപിച്ച്, ചർമ്മം പരിപാവനമായി, പരിശുദ്ധമായ ചർമ്മത്തിന് ഉടമകളായി ഈ കുഷ്ഠരോഗികൾ നിമിഷങ്ങൾക്കുള്ളിൽ മാറി. ജനക്കൂട്ടത്തിലേക്ക് ഇനിയും ഒന്നിച്ചു പോകുവാൻ കഴിവുള്ള ഈ വ്യക്തികളെ ആക്കിയത് മറ്റാരുമല്ല, നാം ഇപ്പോൾ വിളിച്ചപേക്ഷിക്കുന്ന, നാം ഇപ്പോൾ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, കർത്താവായ ദൈവത്തിന് നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും എന്നതാണ്. ഇതാണ് ദൈവവചനം പറയുന്നത്, മനുഷ്യന് അസാധ്യമുള്ളത് ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ ഹൃദയം ആർക്കുവേണ്ടി ദാഹിക്കുന്നുവോ
നമ്മുടെ ഹൃദയത്തെ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ഹൃദയം എന്താണ് ഇന്ന് ആഗ്രഹിക്കുന്നത്? ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വ്യക്തമായ ഒരു ധാരണയോടെ ഇത് പ്രാർത്ഥിക്കാനിരിക്കുക. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം, നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, നിങ്ങളുടെ വിവാഹ ജീവിതം, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം, സമാധാനപരമായ ജീവിതം, നിങ്ങളുടെ ജോലിയിൽ സമാധാനം, ജോലിയിൽ ഉയർച്ച, വരുമാനത്തിൽ ഉയർച്ച, അഭിവൃദ്ധി, നിങ്ങൾ ഐക്യതയോടെയും സമാധാനത്തോടെയും ജീവിക്കുവാൻ, നിങ്ങൾക്ക് തൊടുന്നതിലെല്ലാം വിജയം ലഭിക്കുവാൻ, നിങ്ങൾ പഠനത്തിൽ ഉന്നതമായി പഠിക്കുവാൻ, ഉന്നത വിജയം ലഭിക്കുവാൻ, നിങ്ങൾ എഴുതുന്ന പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുവാൻ, നിങ്ങൾക്ക് കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകളെ കൊടുത്തു തീർക്കാൻ, നിങ്ങളെ അനാരോഗ്യത്തിലേക്ക് നയിക്കുന്ന രോഗത്തിനൊരു ശമനം വരാൻ, രോഗത്തിന് പൂർണ്ണ സൗഖ്യം കിട്ടുവാൻ, നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളോടും ക്ഷമിക്കുവാൻ, ഇത് ഏതൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യമെങ്കിലും ഓർക്കുക, ആ ആവശ്യത്തിനപ്പുറം കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഈ ആവശ്യങ്ങളെ ഇപ്പോൾ തന്നെ കർത്താവിന് എടുത്തു മാറ്റാൻ സാധിക്കും. എന്നാൽ ഈ ആവശ്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയം ദൈവത്തിനു വേണ്ടി ദാഹിക്കുമോ? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമോ? ദൈവസന്നിധിയിൽ നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുമോ? ഇതാണ് കർത്താവ് ഇന്ന് നിങ്ങളുടെ ഹൃദയം പരിശോധിച്ചറിയുന്നത്. വചനം പറയുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ, കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നാം ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ മാറി നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത, ദുഃഖവും ദുരിതവുമില്ലാത്ത ഒരു ജീവിതമാണ് നാം ആഗ്രഹിക്കുന്നത് എങ്കിൽ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതത്തിലുള്ള ദുഃഖവും ദുരിതവും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും ഇല്ലാത്ത ഒരു ജീവിതമല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് അതിജീവിച്ച് സന്തോഷത്തിൽ ആ വിജയത്തിൻ്റെ ആഘോഷം ആയ ഒരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. പ്രശ്നങ്ങളെ തരണം ചെയ്ത് കഴിയുമ്പോൾ, പ്രശ്നങ്ങളെ സൗമ്യമായും ശാന്തമായും തരണം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വിജയത്തിൻ്റെ ഒരു ആഘോഷം, അതാണ് നിങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ എത്തിക്കേണ്ടത്. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങൾ മാറാൻ നിമിഷങ്ങൾ മതി. എന്നാൽ പ്രശ്നങ്ങളെ അതിജീവിച്ചുള്ള ഒരു പ്രാർത്ഥന, ഒരു ജീവിതം, അത് മനുഷ്യന് ഏറ്റവും സന്തോഷം തരുന്ന ജീവിതമാണ്. ഓരോ പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മെ വളർത്തുവാൻ, നമ്മെ ദൈവത്തോട് ഒന്നിപ്പിക്കുവാൻ, നമ്മെ ആത്മീയമായും ഭൗതികമായും പക്വതയുള്ളവരാക്കി മാറ്റുവാൻ, നമ്മുടെ വ്യക്തിത്വത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ക്ഷണമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഓരോ പ്രതിസന്ധികളും എന്താണ് ദൈവം എന്നെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ ഓരോ പ്രശ്നങ്ങളിൽ കൂടിയും, എൻ്റെ ഓരോ പ്രതിബന്ധങ്ങളിൽ കൂടിയും, എൻ്റെ വെല്ലുവിളികളിൽ കൂടിയും കർത്താവ് എന്താണ് എന്നെ പഠിപ്പിക്കുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. അതിനുത്തരം ലഭിക്കുവാൻ ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഓരോ പ്രശ്നങ്ങളിൽ കൂടിയും നീ എൻ്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുകയാണ്, എൻ്റെ ശരീരത്തെ മെച്ചപ്പെടുത്തുകയാണ്, എൻ്റെ ഹൃദയത്തെ ദൈവത്തോട് ഒന്നിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം എനിക്ക് ലഭിക്കുന്നതിനു വേണ്ടി, ദൈവത്തിൻ്റെ നേർമയുള്ള സ്വഭാവത്തിന് ഞാൻ പാത്രരാകുന്നതിനു വേണ്ടി എൻ്റെ കർത്താവ് എൻ്റെ രൂപാന്തരത്തിനു വേണ്ടി, എൻ്റെ മാനസാന്തരത്തിനു വേണ്ടി, എൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി, എൻ്റെ പക്വതയ്ക്കും പാകതയ്ക്കും വേണ്ടി ഒരുക്കിയ അവസരമാണ് എൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കി
കുഷ്ഠരോഗികൾ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ദാവീദിന്റെ പുത്ര, എൻ്റെ മേൽ കനിവ് തോന്നണമേ. ഈ സമയം ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുന്നവരായി മാറുവാൻ നമ്മെ ഈ പ്രാർത്ഥനയിലൂടെ ദൈവം സഹായിക്കട്ടെ. ദൈവവുമായി ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനകളും നിങ്ങളെ സഹായിക്കട്ടെ. ഈ ബന്ധം എങ്ങനെ വെക്കും? ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. ദൈവം നൽകുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ പ്രമാണം മനസ്സിലാക്കുവാനും അത് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രമാണങ്ങളെ അനുസരിക്കുന്നതിനും നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു ദൈവമായുള്ള ബന്ധമാണ് കർത്താവിന്ന് ആഗ്രഹിക്കുന്നത്. അതിനാൽ നമ്മുടെ പ്രശ്നങ്ങളെ അല്ല നാം ഇപ്പോൾ നോക്കേണ്ടത്. പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ ശക്തിയിലാണ് നാം ഇപ്പോൾ ആശ്രയിക്കുന്നത്. ആ കർത്താവിൻ്റെ നമ്മോടുള്ള കരുണയിലും സ്നേഹത്തിലുമാണ് നാം വിശ്വസിക്കേണ്ടത്. കർത്താവ് അരുളി ചെയ്യുന്നു, ഈ മലയോട് നിങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോകുവാൻ പറഞ്ഞാൽ അത് മാറിപ്പോകും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് മുന്നിലുള്ള എല്ലാ മലകളും ഇങ്ങനെ മാറിപ്പോയാൽ സർവശക്തനായ ദൈവത്തോട് ബന്ധം സ്ഥാപിക്കണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ അറിയുക, ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും സർവശക്തിയോടെയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ധൈര്യവും ശക്തിയും തരുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഊന്നുവടിയും ദണ്ഡും. കർത്താവിൻ്റെ ഊന്നുവടിയും ദണ്ഡും നമുക്ക് ഉറപ്പേകുന്നു. കർത്താവിൻ്റെ കരുണ നമുക്ക് ഉറപ്പേകുന്നു. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നമ്മുടെ ജീവിതത്തിൽ ധൈര്യം, നമുക്ക് ആത്മശക്തി നൽകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉറപ്പ് നൽകുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നതാണ്, ദൈവം എന്നെ കരുതുന്നു എന്നതാണ്, ദൈവം എന്നെ സഹായിക്കാൻ ശക്തനാണ് എന്നതാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഉറപ്പ്. ഈ ലോകത്തിൻ്റെ കൂട്ടുകെട്ടുകളിലോ ഈ ലോകത്തിൻ്റെ സമ്പത്തുകളിലോ ഈ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളിലോ അല്ല നമുക്ക് ഉറപ്പ് വേണ്ടത്. ദൈവം എന്നെ സ്നേഹിക്കുന്നു. എന്നെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ തന്നെ എനിക്ക് തൻ്റെ അനന്തമായ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ, എന്നെ രൂപപ്പെടുത്തി എന്നെ മെനഞ്ഞെടുത്ത എൻ്റെ ദൈവം എന്നെ കരുതുന്നു. അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. അവിടുന്ന് എൻ്റെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്നു. അവിടുന്ന് എൻ്റെ വേദനകളെ അറിയുന്നു. അവിടുന്ന് എന്നെ മനസ്സിലാക്കുന്ന ദൈവമാണ്. ഈ അവസ്ഥയാണ് പ്രാർത്ഥന എന്ന് നാം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ദൈവവുമായുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ ഐക്യത, നമ്മുടെ ഹൃദയത്തിൻ്റെ വിശ്വാസം, ഇതാണ് നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവിൻ്റെ ഊന്നുവടിയും ദണ്ഡും. അതിനാൽ തന്നെ കർത്താവായ ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുകയും ആ ദൈവത്തെ ദിനംതോറും ഓരോ നിമിഷവും ഹൃദയത്തിൽ ആരാധിച്ച്, ദൈവമേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന എന്ന് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ അധരത്തിൽ ഓരോ നിമിഷവും ഉണ്ടായി ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുക. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ ഫലപ്രദവും അനുഗ്രഹങ്ങളുടെ വർഷമായി നമ്മുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ അനുഗ്രഹ വർഷങ്ങളാൽ നമ്മെ നിറയ്ക്കും. ഈ ജീവിതം വലിയ അനുഭവങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഫലദായകവുമായ ജീവിതമായി മാറും. കർത്താവിൽ മാത്രം പ്രത്യാശയർപ്പിക്കുക. അവിടുത്തെ ദിനംതോറും ആരാധിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ജീവിത പങ്കാളിയെ പ്രതി, കുടുംബാംഗങ്ങളെ പ്രതി, മക്കളെ പ്രതി, മാതാപിതാക്കളെ പ്രതി, സഹോദരി സഹോദരങ്ങളെ പ്രതി നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. നമ്മെ വേദനിപ്പിക്കുന്ന അധികാരികളെ പ്രതി, നമുക്കെതിരെ ശത്രുത പുലർത്തുന്ന വ്യക്തികളെ പ്രതി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. എന്തെന്നാൽ ഇവരെയെല്ലാം ഉപയോഗിക്കുന്നത് ദൈവമാണ്.
നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുവാൻ, നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുവാൻ, നമ്മുടെ ജീവിതം പക്വതയുള്ളതാകുവാൻ, ആത്മീയ അഭിവൃദ്ധിയും ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി നാം വളരുവാൻ ഈ സാഹചര്യങ്ങളെയും വ്യക്തികളെയും ഒരുക്കിയത് കർത്താവാണ്. അതിനാൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ കൂടുതൽ വസിക്കുവാൻ നമുക്കേവർക്കും ഇടയാകട്ടെ എന്ന് ദിനംതോറും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ സമയം എന്നോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെ കുടുംബത്തെ, സമൂഹത്തെ, ഞങ്ങളുടെ ഓരോ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, അവർ ബുക്കിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ നിയോഗങ്ങളുടെ മേൽ ഇപ്പോൾ നീ കരുണ തോന്നണമേ. ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നി ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും സമാധാനവും സന്തോഷവും നൽകി, ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള ധൈര്യം നൽകി, ആത്മവിശ്വാസവും ആത്മബലവും നൽകി. എനിക്കെൻ്റെ കർത്താവ് മതി, എൻ്റെ കർത്താവ് ഉണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ എനിക്കെതിരെ നിന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ തളരുകയില്ല. എനിക്കെൻ്റെ ദൈവം മാത്രം മതി. എൻ്റെ കർത്താവ് തരുന്നതെല്ലാം ഞാൻ സ്വീകരിക്കും. എൻ്റെ കർത്താവ് നൽകുന്നതെല്ലാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്വീകരിക്കും. അത് നല്ലതോ ചീത്തയോ എന്ന് ഞാൻ നോക്കുകയില്ല. എന്തെന്നാൽ തരുന്ന വ്യക്തി എൻ്റെ ദൈവമാണ്. അതിനാൽ തന്നെ എനിക്ക് നല്ലതല്ലാത്തതൊന്നും കർത്താവ് തരികയില്ല എന്ന വിശ്വാസത്തോടുകൂടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മക്കളുടെ ഹൃദയത്തെ നീ കാണണമേ, ഇവരുടെ ജീവിതത്തെ നീ തൊടണമേ, ഇവരുടെ പ്രയാസങ്ങളെ നീ അറിയണമേ, ഇവരുടെ ദുഃഖവും ദുരിതവും രോഗപീഠകളെയും നീ ആശ്വാസം നൽകി, സൗഖ്യം നൽകി, വിടുതൽ നൽകി, സകല ദുരിതങ്ങളിൽ നിന്നും ഈ മക്കളെ കരകയറ്റണമേ, ശക്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ് കവിയുന്ന നിമിഷമാണ്. ഈ സമയം നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സമാധാനവും ആനന്ദവും കർത്താവ് നിറച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ സ്നേഹം, എൻ്റെ സമാധാനം, എൻ്റെ ആനന്ദം നിനക്ക് ഞാൻ തരുന്നു. അത് നിന്നെ ജീവന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുവാനാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നെ ആക്കി വെക്കുവാനുള്ള, നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ നീയും എപ്പോഴും ആയിരിക്കുന്നതിനു വേണ്ടിയുള്ള വലിയ അനുഗ്രഹങ്ങളാണ്. നിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ ദൈവം വലിയ സന്തോഷം നിറച്ചുകൊണ്ടിരിക്കുന്നു, സമാധാനവും ആനന്ദവും സ്നേഹവും നിറച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ അചഞ്ചലമായ വിശ്വാസവും വിശ്വസ്തതയും നിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയുക, കർത്താവിനെ രുചിച്ചറിയുക. ഈ ലോകം മുഴുവനെയും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. എൻ്റെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതിനാൽ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ ആനന്ദവും സന്തോഷവും സമാധാനവും കൊണ്ട് ദൈവത്തെ ഈ രാത്രിയിൽ നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സമാധാനപരമായി നമുക്ക് കിടന്നുറങ്ങാം. അതിരാവിലെ ദൈവത്തിൻ്റെ പ്രത്യേകമായ മഹത്വം, പുതിയ സ്നേഹം അനുഭവിക്കുന്നതിനും പുതിയ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നതിനും നമുക്കേവർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണർന്നെഴുന്നേൽക്കാൻ കർത്താവ് കൃപ തരട്ടെ. ഈ സമയം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നാഥ, അങ്ങയ്ക്ക് സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആനന്ദത്തിൻ്റെ സമൃദ്ധിയാൽ നമ്മെ നിറയ്ക്കട്ടെ. സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.